നമ്മുടെ നാട് ഇത്രമേൽ ധാർമ്മികമായി അധപ്പതിച്ച ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? സാംസ്കാരിക ഗരിമകളിലേക്ക് കുതിക്കുന്നു എന്ന് വീമ്പിളക്കുമ്പോഴും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും സ്വാധീനം കേരളത്തിൽ ദിവസേന പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യങ്ങൾ നേടേണ്ടതിന് അറപ്പില്ലാതെ മനുഷ്യരെ ബലി കഴിക്കുമ്പോൾ, ജാതക ദോഷങ്ങൾ തീരാൻ ഉളുപ്പില്ലാത്ത ചതിക്കൊലപാതകങ്ങൾ നടത്തുമ്പോഴും അപലപിക്കുകയും തലകുനിക്കുകയും ചെയ്യേണ്ടി വരുന്ന അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥ. ദൈവത്തെ ഭയപ്പെടുകയും മനുഷ്യരെ മാനിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സമൂഹം നമുക്കിടയിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. തലസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ നടത്തിവരുന്ന അതിജീവന സമരത്തിന് നേരെ പിണറായി സർക്കാരിൻ്റെ സമീപനം ആദ്യം മുതലേ അവഗണനാപരമായിരുന്നു. തലസ്ഥാനത്തെ ചില ഏഴാം കൂലികളെ മുന്നിൽ നിർത്തി വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന അതിജീവന സമരത്തെ അട്ടിമറിക്കാൻ നീതിരഹിതമായ ബദൽ സമരങ്ങൾക്കും നാട്ടുകാരെന്ന വ്യാജേന കൂലിക്ക് ആളെ ഇറക്കി പ്രകടനം നടത്താനും സാത്വികരായ വൈദികരെ പച്ചത്തെറി വിളിക്കാനും കനത്ത തുകയെറിഞ്ഞിട്ടും സമരക്കാരുടെ മനോവീര്യം തകർക്കാനോ അവരെ പിന്തിരിപ്പിക്കാനോ കഴിയാത്തവർ അവർ കണ്ടെത്തിയ പുതിയ തന്ത്രമാണ് സമരക്കാരുടെ കയ്യിലെ കോടികളുടെ കിലുക്കത്തിൻ്റെ വാർത്ത. അതിന് അവർ പാർട്ടി പത്രമടക്കമുള്ള ചില പത്രങ്ങളെയും സെൻസേഷണലിൽ തേങ്ങി നിന്ന ന്യൂസ് 18 ചാനലിനെയും വരെ കൂട്ടുപിടിച്ചു. വലിയ ഗുരുതരമായ ഒരു വാർത്തയാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഗൂഢാലോചന നടത്തിയാണ് ഇപ്പോൾ ഈ സമരം മുന്നേറുന്നത് എന്ന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനുള്ള തെളിവുകളും പുറത്തുവിടുകയാണ്. ന്യൂസ് 18 അതിന്റെ ഫോട്ടോ അടക്കം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം പുറത്തുവിടുകയാണ്. വിഴിഞ്ഞത്തെ അതിജീവന സമരം 100 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് സമര നേതാവെന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 11 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നെന്നും അത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ഇന്ത്യ വിരുദ്ധ ശക്തികളായ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണെന്നുമുള്ള ആരോപണങ്ങളുമായി സമരവിരുദ്ധരും മേൽപ്പടി മാധ്യമങ്ങളും രംഗത്തെത്തി. വിഴിഞ്ഞം സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത സംഘടനയ്ക്ക് വിദേശത്ത് നിന്ന് കോടികൾ കിട്ടിയെങ്കിൽ അത് അന്തി ഉറങ്ങാനുള്ള കിടക്കാടത്തിനു വേണ്ടി സമരം ചെയ്യുന്ന പാവങ്ങളുടെ തലയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഉണ്ട ചോറിൻ്റെ കൂറ് കാണിക്കാൻ ഇറങ്ങിയ ന്യൂസ് 18 ചാനൽ നടത്തിയത് സമാനതകളില്ലാത്ത വിധത്തിൽ അപലപനീയമായ മാധ്യമ പ്രവർത്തനമാണ്. സമരക്കാരുടെ കൂടെയാണെന്ന് വരുത്തി തീർക്കാൻ പഞ്ച് ഡയലോഗുകൾ തള്ളിയ ചാനല് സ്വന്തം റിപ്പോർട്ടറെയും ഒരു സഖാവിനെയും അദാനിയുടെ ഒരു ഏറാൻമൂളിയെയും ഇരുത്തി നടത്തിയ ചർച്ച അത് കാണുക. നമസ്കാരം. അവകാശ സമരങ്ങൾ ആളിപ്പടരണം, ജീവിതം ജീവിച്ചു തുടരാൻ പൊരുതി കയറണം, മുഖം നോക്കാതെ മുനയുള്ള നോട്ടമെറിയണം, മൂർച്ചയുള്ള വാക്കെയ്യണം. ഈ പറഞ്ഞതൊക്കെയും തീരദേശവാസികളോട് ചേർന്നു നിന്നാണ്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്. ജീവിതവള്ളങ്ങളുടെ കെട്ടുപൊട്ടിപ്പാഞ്ഞപ്പോൾ, കടൽ കയറി വന്ന് സ്വരൂക്കൂട്ടി വച്ചതെല്ലാം തട്ടിപ്പറിച്ച് തിരിച്ചിറങ്ങിപ്പോയപ്പോൾ, മണ്ണെണ്ണ വില കുതിച്ചുയർന്നപ്പോൾ, അറുതിയില്ലാത്ത വറുതിയുടെ ദുരിതകാലത്ത് തിരമാല ഇരമ്പത്തിൽ നിങ്ങൾ ആർത്തു കരഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമായിരുന്നു. വർഷങ്ങളായി സർക്കാർ മാളികകൾക്കധികം ദൂരത്തല്ലാതെ സിമന്റ് ഗോഡൌണിലെ തകരപ്പുരയ്ക്കുള്ളിൽ പൊടി പിടിച്ച് ചുമച്ചു തളർന്ന നിങ്ങളുടെ തീരാവ്യാധികളെ, തീരാശങ്കകളെ, കൈക്കുഞ്ഞുങ്ങളുടെ നീറുന്ന മുഖക്കാഴ്ചകളെ കടലോളം കണ്ണീരെന്ന പരമ്പരയിലൂടെ തുടരെ ചൂണ്ടിക്കാട്ടിയതും ഞങ്ങളാണ്. ആ നിങ്ങളെ മറയാക്കി ആരെന്തു ചെയ്താലും പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതും ഞങ്ങളുടെ ബാധ്യതയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ ഗൂഢാലോചനയോ എന്ന ചോദ്യം അതുകൊണ്ടാണ്. സമരത്തിനൊപ്പം നിന്ന ഒരാൾക്ക് വിദേശ പണം വന്നെന്ന് ന്യൂസ് 18 വാർത്ത കൊടുത്തത് കാര്യകാരണ സഹിതമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ചോദ്യം. വിഴിഞ്ഞം പദ്ധതിയിൽ അട്ടിമറി നീക്കമോ? കൊള്ളാം, നല്ല ഒന്നാന്തരം തള്ളുകൾ.
ഈ തള്ളിമറിക്കലുകളിൽ അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ മണ്ണിടാൻ കൂട്ടുനിൽക്കുന്നില്ലായിരുന്നു. സമരക്കാരുടെ ഇടയിലെ നെല്ലും പതിരും വേർതിരിക്കാൻ എന്ന വണ്ണം ചാനൽ കാട്ടിക്കൂട്ടിയത് അവരുടെ നെഞ്ചത്തടിക്കുന്ന പണിയായിരുന്നു. ആരാൻ്റെ സംഘടനയ്ക്ക് കിട്ടിയ ഫണ്ട് വിവരങ്ങളെ വിഴിഞ്ഞം സമരവുമായി കൂട്ടിക്കെട്ടുക വഴി വർഷങ്ങളായി സമാനതകളില്ലാത്ത യാതനകൾ അനുഭവിക്കുന്ന പാവപ്പെട്ട സമരക്കാരുടെ ആവലാതികൾക്ക് നെഗറ്റീവ് പരിവേഷം നൽകിയെന്നല്ലാതെ വിശേഷിച്ച് ഒരു ഗുണവുമുണ്ടായി. അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായ ഈ ആരോപണങ്ങൾക്കെതിരെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ലത്തീൻ അതിരൂപതയുടെ നിലപാട് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. BJP പോലുള്ള കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഈ വിദേശ ഫണ്ട് വരിക എങ്ങനെ തോന്നുന്നതാണ് ആരുടെ അക്കൗണ്ടിൽ വരാമെന്ന് പറയുന്നത് അത് തന്നെ വളരെ ബാലിശമായിട്ടുള്ള മൗഢ്യമായിട്ടുള്ള ഒരു ആരോപണമാണ്. കാരണം വളരെ കർക്കശമായ നിയന്ത്രണമുള്ള ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ഏകജാലകത്തിലൂടെയാണ് ഈ വിദേശ ഫണ്ട് അഥവാ ആർക്ക് ലഭിച്ചാലും അത് വളരെ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നതാണ്. SBIയുടെ FCR അക്കൗണ്ട് ഉള്ള വ്യക്തികൾക്ക് അത് പാൻ കാർഡ് ഇപ്പോ വളരെ വളരെ കർക്കശമായിട്ടാണ് അക്കാര്യത്തിൽ ഒരു നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ വാസ്തവത എന്താണെന്ന് പൊതുജനം മനസ്സിലാക്കാൻ സാധിക്കും. അല്പം ഒരു കോമൺ സെൻസ് ഉള്ള മാധ്യമ പ്രവർത്തകർക്കും അത് തിരിച്ചറിയുവാൻ സാധിക്കും. ഇനി കൃത്യമായിട്ട് ഈ പറയുന്ന ആരോപണം News 18 ആണ് പുറത്തുവിട്ടത്. ഒരു വീഡിയോ ഫാദർ തിയോഡേഷ്യസിന്റെ പേരിലുള്ള ഒരു വീഡിയോ വിട്ടത്. അതിൽ തന്നെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത്രയും ബാലിശമായിട്ട് ആ വീഡിയോയെ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ KRLCC കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ KRLCCയുടെ ഞങ്ങളുടെ 12 ലത്തീൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ മറ്റെവിടെ ഉണ്ടായിരുന്നാലും അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുന്നു എന്നതിന്റെ വെളിച്ചത്തില് UAEയിലുള്ള ഒരു യൂണിറ്റ് KRLCCയുടെ ഭാഗമായിട്ടുള്ള UAEയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളെല്ലാം കൂടി ചേർന്ന് 25,000 രൂപ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നൽകി. രഹസ്യമായിട്ട് നൽകിയതല്ല, അവിടെ ഉപയോഗിച്ച ഫാദർ തിയോഡേഷ്യസ് ഉപയോഗിച്ച ഒരു പദപ്രയോഗം അതിനെ മാത്രം അത്രയ്ക്കും സുതാര്യമാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ആ വീഡിയോ മുഴുവനും ഒരു പ്രസിദ്ധീകരിക്കട്ടെ News 18. ഇനി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ദുബായ് ഷെയ്ക്ക് തന്നുവിട്ടെന്നുള്ള കവർ എന്താണെന്ന് ഇവർ കൃത്യമായി പരിശോധിക്കട്ടെ. ഏത് വഴിക്കാണ് പൈസ വന്നതെന്ന്, ആരാണ് വന്നതെന്ന്, ഏത് അക്കൗണ്ടിലാണ് വന്നതെന്ന് പരിശോധിക്കട്ടെ. ഈ രാജ്യത്ത് അങ്ങനെ ആർക്കും എന്തോ ആകാമെന്നുള്ളൊരു സംവിധാനമല്ലല്ലോ ഉള്ളത്. അത്ര വലിയ പഠിപ്പോ അറിവോ ഒന്നുമില്ലാത്ത മത്സ്യത്തൊഴിലാളികളെ തണുപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയുടെ ചർച്ചാ നാടകങ്ങളും ആവശ്യങ്ങൾ അംഗീകരിച്ചെന്ന പത്രസമ്മേളന സ്റ്റണ്ടുകളും മതിയാകുമെന്ന് ധരിച്ചുവശായ പിണറായിയും കൂട്ടരും അതിനായി എടുത്ത നിലപാടുകൾ മത്സ്യത്തൊഴിലാളികൾ പുറങ്കാലിന് ചവിട്ടിക്കളഞ്ഞു. സെക്രട്ടേറിയറ്റ് പടിക്കലും പോർട്ട് കവാടത്തിലും സമരം നടത്തി മടുത്ത് മൂട്ടിലെ പൊടിയും തട്ടി പാവങ്ങൾ പിന്മാറുമെന്ന് കരുതിയവരെ നിരാശരാക്കിക്കൊണ്ടാണ് കൂടുതൽ വീര്യത്തോടും ശക്തമായ ജനപിന്തുണയോടും കൂടെ 100 ദിവസം കടന്ന് സമരം മുന്നേറിയത്. കരയിലെ പോലെ തന്നെ കടലിലും പിന്നെ സംസ്ഥാന വ്യാപകമായും സമരം ശക്തിപ്പെട്ടാൽ അത് പിണറായിയുടെ ജനവിരുദ്ധ സർക്കാരിന് കനത്ത തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അന്നന്നത്തെ അഷ്ടിക്ക് വേണ്ടി ആഴക്കടലിൽ പോരാടുന്ന തൊഴിലാളികളുടെ പേരിൽ ഇപ്പോൾ കോടികളുടെ ഇടപാട് ഇൻഡാസുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അഴിമതിക്കാരാക്കി കാണിക്കാൻ അതിനൊരുമ്പിടുന്നവർ ഈ കാര്യങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് വിപരീതമായി അദാനിയുടെ ആശീർവാദത്തോടെ സമരം നടത്തുന്നവരുടെ ഫണ്ട് വിവരങ്ങളും അവരുടെ നേതാക്കന്മാരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ വിധേയം ആക്കേണ്ടതാണ്. വിഴിഞ്ഞത്തെ പറ്റി ഒന്നും അറിയാതെ ക്ലെമന്റ് ലോപ്പസ് എന്ന വ്യക്തി എഴുതിയ അശാസ്ത്രീയമായ റിപ്പോർട്ട് ഹിന്ദു പത്രത്തിൽ വന്നതും തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ ആ പത്രങ്ങൾക്ക് അദാനിയുടെ വകയായി ലക്ഷങ്ങളുടെ പരസ്യങ്ങൾ ലഭിച്ചതിൻ്റെയും പിന്നിലുള്ള ഇടപാടുകളും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്.
പോർട്ട് ആലോചനകൾ നടക്കുമ്പോൾ തന്നെ അദാനിയിൽ നിന്നും രാഷ്ട്രീയക്കാർ 600 കോടി രൂപ കൈപ്പറ്റിയെന്ന സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പരാമർശവും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. മുഖ്യമന്ത്രിയാകും മുമ്പ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പിണറായി വിജയൻ ഭരണം കിട്ടിയതിന് ശേഷം പറഞ്ഞത് വിഴുങ്ങി മലക്കം മറിഞ്ഞതിൻ്റെ പിന്നിൽ എന്താണെന്നും അന്വേഷിക്കണം. സമരത്തെ അട്ടിമറിക്കാൻ നടക്കുന്ന ചില മന്ത്രിമാർക്കും പോലീസുകാർക്കും കഥയറിയാതെ അദാനിക്ക് വേണ്ടി സദാ വാദിക്കാനെത്തുന്ന സൈബർ തൊഴിലാളികൾക്കും അവർക്ക് ലഭിക്കുന്ന വരുമാനവും അന്വേഷണ വിധേയമാക്കുക തന്നെ വേണം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടാനും വിഴിഞ്ഞം സമരം ജനവിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാനും പെടാപ്പാട് പെടുന്നവർ 6 വർഷം മുമ്പ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ച് രാജ്യത്തിൻ്റെ കണക്കപ്പിള്ളയായ CAG സമർപ്പിച്ച റിപ്പോർട്ടിൽ കോടികളുടെ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ ഇടതരും വലതരും BJP അടക്കമുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുഴുവനും കമാ എന്നൊരക്ഷരം മിണ്ടാതെ നിഷ്ക്രിയരായതിനെ ചർച്ചയ്ക്കെടുത്തപ്പോൾ ഏഷ്യാനെറ്റിൽ നടന്നത് സംഭവ വികാസങ്ങൾ അതൊന്നുകൂടി കാണേണ്ടതാണ്. അന്ന് വിനു വി ജോൺ ഉറക്കെ പറഞ്ഞു, കേരളത്തിലെ രാഷ്ട്രീയക്കാർ അദാനിയുടെ അടിമകളാണ്. വിഴിഞ്ഞം പദ്ധതിയിലെ കോടികളുടെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് AGയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇന്ന് ഒരു പ്രതിഷേധ പ്രകടനം പോലും ഒരിടത്തും ഉണ്ടായില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയും തെരുവിലേക്ക് ഇറങ്ങിയില്ല. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവർക്കും മൗനമായിരുന്നു ആയുധം. അന്വേഷണത്തിന് വെല്ലുവിളിച്ചു ഉമ്മൻചാണ്ടി. അന്വേഷണത്തിന് പുതിയ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രിയും നിയമസഭയിൽ പറഞ്ഞു. പക്ഷേ ഈ വലിയ ക്രമക്കേടിൽ, കേരളം കണ്ട ഈ പെരും കൊള്ളയിൽ എന്തുകൊണ്ടാണ് ഇടതു വലതു ഭേദമില്ലാതെ, BJP ഭേദമില്ലാതെ എല്ലാവർക്കും മൗനം? വഴുക പോലെ ഒഴിഞ്ഞു മാറുകയായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. വെല്ലുവിളിച്ചതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും മുൻ മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടില്ല. പുതിയ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞതല്ലാതെ നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ശബ്ദവും ഇന്ന് ഉയർന്നില്ല. കേരളത്തിലെ 140 MLA-മാരും അഴിമതിക്ക് ഓശാന പാടുകയാണ്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഈ വൻ ക്രമക്കേടിൽ മൗനം പാലിക്കുകയാണോ? അദാനിയുടെ അടിമകളാണോ നമ്മുടെ രാഷ്ട്രീയ കക്ഷി? അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെന്നും ധവളപത്രം ഇറക്കണമെന്നും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും കോൺഗ്രസ് നേതാവ് VM സുധീരനും ആവശ്യപ്പെട്ടു. ചർച്ചയിൽ ഇടത് പ്രതിനിധിയായി പങ്കെടുത്ത ജനതാദൾ നേതാവ് ജമീല പ്രകാശവും കേരളത്തിലെ പൊതുജനങ്ങളുടെ വികാരമാണ് പങ്കുവച്ചത്. മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ കാര്യം പറയാനായിട്ട് ഞാനാളല്ല. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ സ്തംഭിച്ച് നിൽക്കുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. മുൻ മുഖ്യമന്ത്രിയും ഒന്നിൽ കൂടുതൽ തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നിട്ടുള്ള സഖാവ് VS ധവളപത്രം പുറപ്പെടുവിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. VM സുധീരനും ആവശ്യപ്പെട്ടു. VM സുധീരനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങളും ആ രണ്ടുപേരും ആവശ്യപ്പെട്ടത് നമ്മുടെ സർക്കാർ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. വിഴിഞ്ഞത്ത് പാവങ്ങൾ നടത്തുന്ന സമരം പൊളിക്കാൻ അതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ആരാണെന്നുള്ള ചർച്ച സജീവമാകുമ്പോഴാണ് BJPയും CPM-ഉം കൈകോർത്ത് സമരത്തിനെതിരായി ധർണയ്ക്കെത്തിയത്. അതോടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്നായി വ്യക്തമായി. അങ്ങേയറ്റം അശാസ്ത്രീയമായ വിഴിഞ്ഞം പദ്ധതിയുടെ ദോഷങ്ങൾ മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെ മേലേക്ക് വെച്ചു കൊടുക്കാൻ ബദൽ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലെ ചില കുലംകുത്തികളുടെയും സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ ആ ജന്മശത്രുക്കളായ CPM-ഉം BJPയും ഭായ് ചമഞ്ഞ് പ്രകടനങ്ങളുമായി എത്തിയിരിക്കുകയാണ്.
അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങി ദീപാവളി കുളിച്ച പിണറായിയും അടുത്തൂൺ പറ്റികളും സമരത്തിനെതിരെ നടത്തുന്ന അങ്ങേയറ്റം ഹീനമായ കളികൾ BJP ബാന്ധവത്തോടെ നടത്തിയ പ്രകടനത്തോടെ കൂടുതൽ പരിഹാസ്യമായിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ലത്തീൻ അതിരൂപതയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന സത്യം ഏവർക്കും അറിയാമെങ്കിലും മന്ത്രി സഹോദരന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ കോടികളെത്തി എന്നുള്ള ആരോപണം ഉയർത്തിക്കാട്ടി സമരമുന്നേറ്റത്തെ നേരിടുന്നതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന രണ്ടാം നമ്പർ കളികൾ അതെന്താണെന്ന് തീരദേശവാസികൾക്കെല്ലാം വളരെ വ്യക്തമാണ്. തലസ്ഥാനത്തെ തീരദേശത്ത് പാർക്കുന്നവരെല്ലാം ഒരുപോലെ നേരിടുന്ന പ്രശ്നങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിക്കാട്ടുന്നത്. അവരിൽ ഭൂരിപക്ഷവും ക്രൈസ്തവരായി പോയതുകൊണ്ടും സമര നേതൃത്വത്തിൽ നിൽക്കുന്നത് പുരോഹിതന്മാരായതുകൊണ്ടും ആ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതെയാകുന്നില്ല. അദാനിയുടെ അച്ചാരം പറ്റി സമരത്തെ അട്ടിമറിക്കാൻ ഇറങ്ങിയ തീരദേശവാസികൾ ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത് എന്ന സത്യം ഇന്നല്ലെങ്കിൽ നാളെ അറിയുക തന്നെ ചെയ്യും. കിട്ടിയ അവസരം ആകുന്നത്ര പ്രയോജനപ്പെടുത്തി സഭയെ സമ്മർദ്ദത്തിലാഴ്ത്താമെന്ന് തരിച്ചിറങ്ങിയ റെജി ലൂക്കോസിനെ പോലെയുള്ള ക്രൈസ്തവ നാമധാരികളുടെയും അറിവിലേക്കായി സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വൈദികർ പച്ച മലയാളത്തിൽ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. പോർട്ട് നിർമ്മാണം തുടങ്ങി 7 വർഷം കഴിഞ്ഞിട്ടാണ് സമരം തുടങ്ങിയത് എന്ന ചിലരുടെ ആരോപണം തികച്ചും ബാലിശമാണ്. പോർട്ട് നിർമ്മാണത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ തന്നെ ലത്തീൻ അതിരൂപത പുറത്തിറക്കിയ ഇടയലേഖനത്തിൽ പോർട്ടിനെതിരായുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഈ തരുണത്തിലാണ് വിഴിഞ്ഞം സമരവുമായോ മത്സ്യബന്ധനവുമായോ ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനം മാത്രം ഉൾക്കൊള്ളുന്ന വഖഫ് ഹജ്ജ് വകുപ്പുകൾ കൈയാളുന്ന മന്ത്രി അബ്ദുറഹ്മാന് ആർക്കോ വേണ്ടി വിഴിഞ്ഞം സമരം രാജ്യദ്രോഹപരമാണെന്നുള്ള വീണ്ടും വിചാരമുണ്ടായത്. എനിക്ക് പറയാനുള്ളത്, രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സമരങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. വിഴിഞ്ഞം സമരക്കാരുമായി ഇനി ചർച്ചയില്ലെന്ന് വരെ ഈ മന്ത്രി അങ്ങോട്ട് തട്ടിമുളിച്ചു. ഏത് വകുപ്പിലാണ് അബ്ദുറഹ്മാൻ സമരക്കാരുമായി ഇനി ചർച്ചയില്ലെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നതേയില്ല. വിഴിഞ്ഞം സമരം രാജ്യവിരുദ്ധ സമരമാണ് പോലും. രാജ്യവിരുദ്ധന്മാരെ മാത്രം കണ്ട് ശീലിച്ച അബ്ദുറഹ്മാന് അങ്ങനെയേ പറയാനാകൂ. പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളികൾ അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോഴും അബ്ദുറഹ്മാന് ഇത് തന്നെ പറയാൻ കഴിയുമോ എന്നത് അറിയേണ്ട കാര്യം തന്നെയാണ്. അബ്ദുറഹ്മാന്റെ വായ്ത്താരി കേട്ടാൽ സമരക്കാർ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ച 7-ൽ 6 കാര്യങ്ങളും നടപ്പിലാക്കി എന്ന് തോന്നും. ഷെഖേന ബിഗ് ഡിബേറ്റ് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്തപ്പോൾ വിഴിഞ്ഞം സമരസമിതിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഫാദർ മൈക്കിൾ അവർകൾ അതേപ്പറ്റി പറയുന്നത് എല്ലാവരും ചെവി തുറന്ന് തന്നെ കേൾക്കേണ്ടതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു, സർക്കാർ 6 കാര്യങ്ങളിൽ ജിയോ പുറപ്പെടുവിച്ചു എന്ന്. പച്ചക്കള്ളമാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം ഈ മന്ത്രിതല ഉപസമിതിയുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്ന സമരസമിതിയുടെ പ്രതിനിധികൾ ഒരാളാണ് ഞാൻ വ്യക്തമായിട്ട് നടന്നിട്ടുള്ള എല്ലാ ചർച്ചയിലും പങ്കെടുത്തുള്ള ഒരു വൈദികനാണ്. ഒരു ചർച്ചയിലായിരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സഫർലഖാനും അറിയാം, ഒരു ചർച്ചയിലായിരിക്കുമ്പോൾ സമരത്തിലായിരിക്കുന്ന ജനത്തെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടായിരിക്കണം ജിയോ പുറപ്പെടുവിക്കേണ്ടത്. അതിനെയാണ് ഡയലോഗ് എന്ന് പറയുന്നത്. അല്ലാതെ ചർച്ച നടക്കുന്നുവെന്ന് പൊതുജനങ്ങളോട് പറയുകയും ഏകപക്ഷീയമായി ധാർഷ്ട്യത്തിന്റെ ഭാഷയും മനോഭാവവും സ്വീകരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഓണത്തിനു മുൻപ് വർഷങ്ങളായിട്ട്, നിങ്ങളുടെ തന്നെ പറയുന്നതാണ്, വർഷങ്ങളായിട്ട് നരകയാതന അനുഭവിച്ചുകൊണ്ട് മനുഷ്യോചിതമല്ലാതെ സിമന്റ് ഗോഡൌണുകളിലും സ്കൂൾ വരാത്തതിലും കഴിയുന്ന ആ മനുഷ്യരെ മാറ്റിപ്പാർപ്പിക്കാം എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. അവർ ചെയ്തു. എന്ത് ചെയ്തു? ഓണത്തിന് 2 ദിവസം മുൻപ് BJT ഹാൾ, അയ്യങ്കാളി ഹാളിനെ വിളിച്ചുകൂട്ടി സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ കുത്തി നിറച്ചുകൊണ്ട് 7 പേർക്ക് ഈ പറയുന്ന 5500 രൂപ കൊടുത്തു. ആ തുക പോലും നിശ്ചയിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്. ഇത്രയും വർഷമായിട്ട് 5 വർഷത്തിലേറെ ഗോഡൌണിൽ നരകയാതന അനുഭവിച്ചു കഴിയുന്ന ഈ മനുഷ്യർക്ക് ഓണത്തിനു മുൻപ് വാടക കൊടുക്കാം, മാറ്റി പാർപ്പിക്കാം എന്ന് പറഞ്ഞ സർക്കാർ, പാർട്ടി പ്രവർത്തകർ അവിടെ ഗോഡൌണിൽ കഴിയുന്നവർക്കല്ല കൊടുത്തത്, 7 പേർക്ക് കൊടുത്തത്. അതിൽ 2 പേർക്ക് ഭവനമുള്ളവർക്കാണ്.
ആ ആക്ഷേപം പരാതി പറഞ്ഞപ്പോഴാണ് മന്ത്രി ഞങ്ങൾക്ക് നൽകിയ മറുപടി, ഇനിയും ഇതുപോലുള്ളത് സംഭവിക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു ബൃഹത്തായ പദ്ധതിയിൽ ചിലപ്പോൾ അനധികൃതർക്ക് പൈസ കിട്ടിയെന്നിരിക്കും, ആനുകൂല്യം കിട്ടിയെന്നിരിക്കും. ഒരു മന്ത്രിയായി ഞങ്ങളോട് പറയുന്ന മറുപടി എന്ന് പറഞ്ഞത്. രണ്ടാമതായിട്ട് ഈ പദ്ധതിയെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെയും നമ്മുടെ ശ്രീമാൻ പാട്രിക് വൈകോ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് മന്ത്രി തന്നെ ഉപസമിതി നൽകി ഉറപ്പുണ്ടായിരുന്നു, നിർത്തിവയ്ക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ പ്രദേശത്തുള്ള വിദഗ്ധരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പഠനം നടത്താം. അങ്ങനെ ഒരു സമിതിയെ ഞങ്ങൾ പ്രഖ്യാപിക്കാം. പക്ഷേ തത്വത്തിൽ എന്താ സംഭവിച്ചത്? ഏകപക്ഷീയമായിട്ട് 4 അംഗ സമിതിയാണ് ഇത് ചെയ്തത്. പ്രദേശവാസികളെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിനു മുമ്പും ബഹുമാനപ്പെട്ട സഫർലക്കാൻ പറയുന്ന പോലെ തന്നെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ആ പഠനങ്ങളുടെ അനന്തര ഫലം, പഠനങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളി വർഗത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും കേൾക്കാതെ, ഈ പ്രദേശത്ത് വന്ന് അവരെ കേൾക്കാതെ, എയർ കണ്ടീഷൻ ശീതീകരിച്ച റൂമിൽ ഇരുന്നുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ കിട്ടുന്ന ബൗദ്ധിക തരത്തിലുള്ള ഒരു അഭ്യാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാമത് അത് ചെയ്തത് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തിന്റെ അപകട സാധ്യതയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് പൂനെയിലെ CWRPS എന്ന് പറയുന്ന ശാസ്ത്ര സമിതിയെ കൊണ്ടുവന്നു. പക്ഷെ അവരും എന്താ ചെയ്തത്, ഒരു ഫിസിക്കൽ മോഡൽ സ്റ്റഡി മാത്രം നടത്തി, ഈ തിരമാലയുടെ ഇമ്പാക്ട്, വേവ് ഇമ്പാക്ട് സ്റ്റഡി. പക്ഷെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം എന്ന് പറയുന്നത് തീരശോഷണത്തെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു, അവിടെ തുറമുഖ കവാടത്തിലുണ്ടാകുന്ന മന്ദിട്ട രൂപീകരണത്തെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു, പെട്ടെന്നുണ്ടാകുന്ന ഈ ചുഴിയെക്കുറിച്ചും തിരയിളക്കത്തെ കുറിച്ചും പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ആവശ്യത്തിന് മുൻപെന്നെ ഓർത്തുള്ള ഒരു പഠനമല്ല നടത്തിയത്. ആ പഠനത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. വർഷങ്ങൾക്കപ്പുറത്ത് തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് വേണ്ടി വീടൊഴിഞ്ഞുകൊടുത്ത് നാടിന്റെ വികസനത്തിന് ഒപ്പം നിന്നവരുടെ പരമ്പരകളായ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളെ വികസന വിരോധികളെന്നും മറ്റും വിളിക്കുന്നവരോട് അവർക്ക് പറയാനുള്ള പ്രസക്തമായ കാര്യം ഇതാണ്. ചെക്കൈന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളി പാട്രിക് മൈക്കിൾ പറഞ്ഞത് കേൾക്കുക. ഞങ്ങളുടെ തീരങ്ങൾ നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇത് എന്ത് കാരണമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് സുതാര്യമായ ഒരു പഠനം നടത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് താൽക്കാലികമായി ഈ വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് സർക്കാരും അതുപോലെ തന്നെ സമരസമിതിയുടെ ഭാഗത്തു നിന്നുള്ളവരുമായി ഒരുമിച്ച് ഒരു സുതാര്യ പഠനം നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ശ്രീ പാട്രിക്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. പലപ്പോഴും ഈ സമരവുമായി ബന്ധപ്പെട്ട് പലരും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഴിഞ്ഞം സമരസമിതി അല്ലെങ്കിൽ തിരുവനന്തപുരം അതിരൂപത വിഴിഞ്ഞം പോർട്ടിന് എതിരാണ്. അതായത് വിഴിഞ്ഞം സമരസമിതിയുടെ നിലപാട് താൽക്കാലികമായെങ്കിലും ഈ ഒരു തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയമായ പഠനം, അതായത് പ്രദേശവാസികളെ മത്സ്യത്തൊഴിലാളികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുന്നത് വരെ താൽക്കാലികമായി ഈ ഒരു തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക, അല്ലെ? അതാണ് നിലപാട്. തീർച്ചയായിട്ടും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ്. ഒരു വലിയൊരു പദ്ധതി വരും. ആ പദ്ധതി മാത്രമാണോ സർക്കാരിന്റെ ലക്ഷ്യം? അവിടെ ജീവിക്കുന്ന ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾ എപ്പോഴും നഷ്ടത്തിലും നാശത്തിലും, അതല്ലെങ്കിൽ അവരില്ലായ്മ ചെയ്തു പോകുന്നത്. ആരുടെയെങ്കിലും അക്കൗണ്ടിൽ അവിഹിതമായ ഫണ്ട് വന്നെന്ന് തെളിഞ്ഞാൽ അതിനെതിരെ നിയമപരമായ വഴികൾ തേടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിജീവനത്തിനായി നടത്തുന്ന സമരവുമായി അതിനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദാനിക്ക് വേണ്ടിയുള്ള അടിമപ്പണിയാണ്. വിഴിഞ്ഞം സമരത്തിൻ്റെ പേരിൽ അനധികൃതമായി ആരെങ്കിലും പണം കൈപ്പറ്റിയാൽ അതിനെതിരെ പോരാടാനും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നെത്തിക്കാനുമുള്ള സന്നദ്ധത വൈദികർ അറിയിച്ചിട്ടും ഭരണകൂടവും പാർട്ടിയും സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുമായി സംഘടിതമായി നടത്തുന്ന ഈ 2ാം നമ്പർ കളികൾ അങ്ങേയറ്റം അപലപനീയമാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനുകളും പദ്ധതികളും അനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് വ്യക്തമാണ്. പെൺസുഹൃത്ത് നൽകിയ കഷായവും ജ്യൂസും കുടിച്ച് യുവാവ് കൊല്ലപ്പെട്ടതിൻ്റെ ഷോക്കിൽ നിന്ന് ഇനിയും കേരളം മോചിതമായിട്ടില്ല. മരണത്തിൻ്റെ ദുരൂഹതകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച പോലീസിന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. ഷാരോണിൻ്റെ കാമുകിയായ ഗ്രീഷ്മ എന്ന പെൺകുട്ടി കഷായത്തിൽ വിഷം കലർത്തി നൽകി അയാളെ കൊന്നതാണെന്നുള്ള വിവരമാണ് ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞത്. അരോഗതൃഗാത്രനായ ആ ചെറുപ്പക്കാരൻ്റെ തേജസ്വറ്റ മുഖം വീർപ്പടക്കലോടെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത്.
കഷായത്തിൽ തുരിശ് കലർത്തിയാണ് ഗ്രീഷ്മ വിഷപാനീയം ഒരുക്കിയത്. ഷാരോണിന്റെ ഉള്ളിൽ നിന്നും കോപ്പർ സൾഫേറ്റിന്റെ അംശം കണ്ടെത്തുകയും ചെയ്തു. അസാധാരണമായ ഈ കുറ്റകൃത്യം നിർവഹിക്കാൻ ഗ്രീഷ്മയ്ക്ക് അവളെ പെറ്റ തള്ളയുടെയും അമ്മാവിൻ്റെയും സഹായം ലഭിച്ചു. കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാൻ അന്ധവിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ കാമുകനെ തീർത്തു കളഞ്ഞു. ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി ദ്രവിച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരപ്പൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയായിരുന്ന ഒരു മകൻ അങ്ങനെ മരണത്തിന് കീഴടങ്ങി. എങ്ങനെ കഴിയുന്നു മനുഷ്യർക്ക് ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ ചതിക്കാൻ? എങ്ങനെ കഴിയുന്നു ഇങ്ങനെ തെല്ല് മറപ്പില്ലാതെ മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ? സ്വാർത്ഥതയുടെ ലോകത്ത് മനുഷ്യൻ തന്നിലേക്കും തൻ്റെ മാത്രം സുഖങ്ങളിലേക്കും ചുരുങ്ങുമ്പോൾ സ്നേഹത്തിനും ബന്ധങ്ങൾക്കുമൊന്നും ഒരു വിലയുമില്ലാതായി പോകുന്നത് സ്വാഭാവിക ദൃശ്യങ്ങളായിരിക്കുകയാണ്. എന്നാൽ ചേതനയിലേക്ക് വിഷം കലർത്തിയ പാനീയം സ്നേഹത്തോടെ ഒഴിച്ചു കൊടുത്ത് കൊന്നുകളയുന്ന പാശ്ചാത്യ സാഹിത്യകൃതികളിൽ മാത്രം കാണുന്ന സമാനതകളില്ലാത്ത ക്രൂരത ജീവിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിയിലൂടെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക ബോധത്തിന് അതിൻ്റെ നെറുകയിൽ ബാധിച്ച അർബുദം പോലെ അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. കേവലം സാധാരണമായ ഒരു മരണമായി പോകാമായിരുന്ന ഷാരോണിൻ്റെ മരണത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കൊലപാതക സാധ്യതകളിലേക്ക് പോലീസിനെ കൊണ്ടുചെന്നെത്തിച്ചത് ഷാരോണിൻ്റെ സഹോദരൻ്റെ ഒരു ഫോൺ കോളിലൂടെയാണ്. ഒരു കുറ്റാന്വേഷണ വിദഗ്ധനെ പോലെയാണ് ഇദ്ദേഹം കൊലയാളി പെൺകുട്ടിയെ കുരുക്കിലാക്കിയത്. ഞാൻ എന്തായാലും ചേച്ചിയെ വിളിച്ച് ഒന്നുകൂടെ മരുന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളത് കൺഫേം ചെയ്ത് ചോദിക്കാം. മരുന്ന് പുത്തങ്കടയെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്കിപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല. പുത്തങ്കടയാണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളൂ. പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ കുപ്പിയുടെ പേരോ, നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ, സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചോ. അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി. കുപ്പിയിലൊരു ഒന്നും ഇല്ലാത്ത അടപ്പാണ്. ഒന്ന് നോക്ക്, നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചേ. എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസി എന്ന് പറഞ്ഞ കുപ്പി ആകുമ്പോഴത്തേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. എനിക്ക് ഫുൾ ബോട്ടിലല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. അല്ല, പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അടപ്പില് ലേബലൊന്നും ഇല്ല. ഷജിനൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേ ബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഈ ക്രൈമിന്റെ തുടക്കം മുതൽ പാറശാല പോലീസിന്റെ അനാസ്ഥ ശക്തമായി തന്നെ നിഴലിച്ചു നിന്നിരുന്നു. പരമാവധി ഇഴഞ്ഞു നീങ്ങി നന്നായിട്ട് ഇരുട്ടിൽ തപ്പി ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞ 10 ദിവസത്തോളം കേസിന്റെ ഗൗരവം പുറത്തു കൊണ്ടുവരാതെ മുൻപോട്ട് കൊണ്ടുപോയി. ഒരുപക്ഷെ പോലീസ് കൃത്യമായും ക്രിയാത്മകമായും ഇടപെട്ടിരുന്നെങ്കിൽ ഷാരോണിനെ രക്ഷിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങേയറ്റം വിവാദപരമായി മാറിയ പോലീസിൻ്റെ അക്ഷന്തവ്യമായ അനാസ്ഥ കൂടുതൽ അപലപനീയമായി തോന്നിയത് തിരുവനന്തപുരം റൂറൽ SP D ശില്പ കൊലയാളി ഗ്രീഷ്മയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോഴാണ്. ഷീസ് ഫൈൻ, നല്ല ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നു. ഷീസ് എ സ്മാർട്ട് ഗേൾ, ഒരു റാങ്ക് ഹോൾഡർ ആണ്, നല്ല സ്മാർട്ട് കുട്ടിയാണ്. കൊള്ളാം. സമാനതകളില്ലാത്ത ക്രൂരതയുടെ പര്യായമായ അങ്ങേയറ്റം നീചമായ ഒരു കൊലപാതകം ചെയ്യാൻ തന്നെ വിശ്വസിച്ച ചെറുപ്പക്കാരനെ കൊന്നു കൊലവിളിച്ച പരമദുഷ്ടയായ ഒരു പെൺകുട്ടിക്ക് പോലീസിൻ്റെ വക ഡെക്കറേഷൻ. ഇത്രയും അലങ്കരിച്ച സ്ഥിതിക്ക് ഒരു സ്വീകരണവും പിന്നെ വേണമെങ്കിൽ ഒരു പാരിതോഷികവും ഒക്കെ നൽകാമായിരുന്നു. തൊട്ടുപുറകെ ADGP അജിത് കുമാർ ധൃതി പിടിച്ച് പരക്കം പാഞ്ഞു വന്ന് ഒരു പത്രസമ്മേളനവും അങ്ങ് നടത്തി. ഈ പ്രാഥമികമായിട്ട് അവരെ പ്രതിയാക്കാൻ തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും പ്രേരണ ഉണ്ടായിരുന്നോ? ഭീഷ്മയല്ലാതെ മരണത്തിൽ വേറെ ആരുടെയെങ്കിലും പ്രേരണയോ സഹായമോ അത്തരത്തിലുള്ള ഇതുവരെയുള്ള
അന്വേഷണത്തിൽ അത്തരത്തിലുള്ള സാധനം വെളിവായിട്ടില്ല. പക്ഷെ അത് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ട് വരും. വേറെ ആർക്കും ഈ കേസിൽ പങ്കില്ല എന്ന് അജിത് കുമാർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ശക്തമായ അട്ടിമറിയുടെ മണമാണ് പുറത്തേക്ക് വരുന്നത്. അത് പൂർണ്ണമായും ഉറപ്പിക്കപ്പെടുന്നത് കുറ്റമറ്റ നിലയിൽ ഈ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയ KJ ജോൺസൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേസ് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നതും പോലീസിനെ മൂക്കിന് കയറിട്ടി നടത്തുന്ന ഏതോ അദൃശ്യ ശക്തി ഈ കൊലയാളി പെങ്കൊച്ചിനെ പുല്ലുപോലെ പുറത്തിറക്കുമെന്ന കാര്യത്തിൽ സംശയം വേണം. കൂടത്തായിയിലെ ജോളി ആസക്തികളുടെ ശമനത്തിനു വേണ്ടി കുടുംബത്തിലെ അംഗങ്ങൾക്ക് മുഴുവൻ സയനൈഡിൽ കുരുതിയൊരുക്കിയപ്പോൾ ഇലന്തൂരിലെ ലൈല കൂടുതൽ ഐശ്വര്യത്തിനു വേണ്ടി മനുഷ്യ ചോരയ്ക്കായി ദാഹിക്കുന്ന ഏതോ ഒരു ദൈവത്തിനു വേണ്ടി മുഹമ്മദ് ഷാഫിയുമൊത്ത് പച്ചയ്ക്ക് അറുത്തു മുറിച്ചത് 2 സ്ത്രീകളെയാണ്. പാറശാലയിലെ ഗ്രീഷ്മയാകട്ടെ നിരപരാധിയായ ഒരു പാവം ക്രിസ്ത്യാനി പയ്യനെ കഷായം കൊണ്ട് കാലപാശമൊരുക്കിയത് ജാതകദോഷം മാറ്റുവാനത്രേ. മതവും അതിൻ്റെ സിദ്ധാന്തങ്ങളും ഒരു പരിധി വരെ മനുഷ്യന് ആശ്വാസം തന്നെയാണ്. എന്നാൽ മതാന്തത മൂത്ത് അവരൻ്റെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് അർബുദം പോലെ വളരുന്ന അന്ധവിശ്വാസങ്ങളെയും അത് പ്രചരിപ്പിക്കുന്ന ജ്യോതിഷികളെയും മതപുരോഹിതന്മാരെയും കൽത്തുറങ്കിൽ അടച്ചേ മതിയാകത്തുള്ളൂ. ലോകത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പുകളും വിശകലനങ്ങളുമായി ന്യൂസ് കാൻ വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.